നമസ്തേ. ഇന്ന് വിജയദശമി. ഇത്രയും സാധാർക്കൊപ്പം ഇവിടെ വരാൻ പറ്റിയതും ഇത്രയും പേർ ഇത്രയും വലിയ തലത്തിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന സാധകരുടെ വീഡിയോസിനൊപ്പം എനിക്കും ഒരു ചെറിയ വീഡിയോ അല്ലെങ്കിൽ സംസാരിക്കാൻ സാധിച്ചതിൽ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ഇതിൽ ഞാൻ അർഹയാണോ എന്നറിയില്ല, എങ്കിലും എനിക്കുണ്ടായ അനുഭവങ്ങളും ചെറിയ അനുഭവങ്ങൾ അതുമാത്രമാണ്. എല്ലാവരും ഈ ഭൗതിക ലോകത്ത് പ്രശസ്തിയും പണവും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതം സേഫാക്കാനും നമുക്കിവിടെ ജീവിക്കാനുള്ള പണം ഒപ്പിച്ച് നമുക്ക് നല്ലൊരു ഉയർന്ന തലത്തിൽ മറ്റുള്ളവരുടെ കൂടെ ഉയർന്ന തലത്തിലുള്ളൊരു ജീവിതം സ്വപ്നം കണ്ട് മുന്നേറുമ്പോൾ ഇതിനിടെ എല്ലാം നമ്മൾ മറക്കുന്നൊരു കാര്യമുണ്ട്. വി ഓൾ ഹാവ് എ സോൾ ഇൻസൈഡ്. ആ ആത്മാവ് ഉണ്ടെന്നും അതിനെ നമ്മൾ ഫീഡ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നതാണ് ആത്മീയത എന്നാണ് എനിക്ക് ഗുരുജിയിൽ നിന്നും ലഭിച്ചത്. എനിക്കും അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു സോൾ ഇൻസൈഡ് ഉണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അത് കുഞ്ഞിലെ അല്ലെങ്കിലും കുറച്ചൊരു ബാല്യത്തിൽ തന്നെ എനിക്ക് ഗുരുജിയെ കാണാനും സാധിച്ചതിലൂടെ ലഭിച്ചിരുന്നു. ഇപ്പോഴും തിരിച്ചറിഞ്ഞു എന്നതിൽ തിരിച്ചറിഞ്ഞോ എന്ന് തന്നെ സംശയമാണ്. എങ്കിലും എന്തൊക്കെയോ നേടാനുണ്ട്. ഇതൊന്നുമല്ല യഥാർത്ഥ ജീവിതം എന്നും എന്തൊക്കെയോ ഉള്ളിലുണ്ടെന്നും ഉള്ളിലുള്ളതിനെ അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയാൻ ഒരു യാത്ര, നമ്മളീ കാണുന്ന യാത്രയിൽ നിന്നും വ്യത്യസ്തമായൊരു യാത്ര നമുക്ക് ആവശ്യമുണ്ടെന്ന് കണ്ടുപഠിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. അത് ഗുരുജിയിൽ നിന്നായാലും അത് ഗുരുവിൻ്റെ സാധകരിൽ നിന്ന് ശിഷ്യത്തിൽ നിന്നായാലും അങ്ങനെ. അതുപോലെ അദ്ദേഹം അല്ലെങ്കിൽ ഗുരുജിയിൽ നിന്ന് ഒരു സാധാരണ മനുഷ്യന് പോലും നമുക്ക് പകർന്നെടുക്കാൻ അല്ലെങ്കിൽ ഷെയർ ചെയ്ത് നമുക്ക് ലഭിക്കാൻ കിട്ടുന്നതാണ് ഗുരുജിയുടെ ആ ചിരി. ആ ചിരിയുടെ ആ ഒരു എഫക്റ്റ് കൂടി നമ്മളിൽ മാറ്റം വരുത്തും എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സാമീപ്യം പോലും അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ സാമീപ്യം പോലും എന്നിൽ എന്ത് വ്യക്തിത്വമാണിപ്പം വികസിച്ചിട്ടുണ്ടായോ അതിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സാമീപ്യം മൂലമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ടുള്ള ഗുരുവിൽ നിന്ന് എന്ത് ലഭിച്ചിട്ടുള്ളോ അതിൻ്റെ ഒരു ആകെത്തുകയാണ് എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വം എന്നാണ് ഞാൻ കരുതുന്നത്. ഗുരുജി കൊച്ചിലെ ഒരു ക്ലാസ് ഞങ്ങളുടെ വീട്ടിൽ നടന്നപ്പോൾ അതിൽ പറയുകയുണ്ടായി, നമ്മുടെ അച്ഛനെ നമുക്കറിയാം, അപ്പൂപ്പനെ അറിയാം, അപ്പൂപ്പൻ്റെ അച്ഛനെ നമുക്കറിയാം, അപൂർവമായിട്ടേ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ആ പേര് പോലും നമുക്ക് അപൂർവമായിട്ട് ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഒരിക്കലും ഒരാൾക്ക് പോലും ഓർത്തിരിക്കാമോ എന്നറിയില്ല. പക്ഷെ അവരൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയും അതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയും പ്രയത്നിച്ചവരാണ്. അവരെ നമ്മളെല്ലാം മറന്നുപോയി. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നമുക്കെല്ലാവർക്കും ഇവിടെ ജീവിച്ചിരുന്ന ഗാന്ധിജിയുടെ പേര് നമുക്ക് ഓർമ്മയുണ്ട്, മദർ തെരേസയുടെ പേര് നമുക്ക് ഓർമ്മയുണ്ട്. കാരണം അവരൊക്കെ കുടുംബം എന്നതിലുപരി സമൂഹത്തിന് വേണ്ടി ജീവിച്ചവരാണ്. അത് അപ്പോൾ അതിൽ നിന്ന് നമുക്കെല്ലാം എനിക്കെന്ന് മനസ്സിലായത്, കുടുംബത്തിലുപരി നമ്മളിൽ നിന്ന് എന്ത് സറൗണ്ടിങ്സ് ഉണ്ടോ അതിനൊക്കെ നന്മ പ്രതീക്ഷിച്ച് ചെയ്യുന്ന ആക്ഷൻസിനായിരിക്കും വാല്യൂ എന്നല്ല, ആ ആക്ഷൻസ് ആയിരിക്കും നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കുന്നത് എന്നാണ്.
അതാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാത്രമാണ് ഇൻസ്പയറിങ് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ. അല്ലാതെ എന്നിൽ നിന്ന് എന്തുണ്ടായാലും അത് തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയും ബിസി ആയിട്ടുള്ളൊരു വേൾഡിലും ഞാൻ കുട്ടിക്കാലത്ത് ഒട്ടും ചിരിക്കാറില്ലായിരുന്നു, ആരോടും ചിരിക്കാറില്ലായിരുന്നു, വളരെ ഷൈ ആയിരുന്നു എന്നൊക്കെ പറയുന്നേക്കാം. പക്ഷേ ഇന്ന് ആരെങ്കിലും കാണുമ്പോൾ ഒരു ചിരി എനിക്ക് പകരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചിരിയുടെ ഒരു അംശമെങ്കിലും എനിക്ക് പകരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നൊക്കെ കിട്ടിയ ഒരു നന്മയും ഒരു പുണ്യവും കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ നമ്മൾ ഓരോരുത്തരും, അതായത് ഇവിടെ ഇപ്പോൾ ഗുരുവിന് സാമീപ്യമുള്ളവരും ആ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇത് തിരിച്ചറിയാനുള്ളൊരു അവസരം, അതാണ് ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഗുരുവിൻ്റെ ഈ ബൊമ്മക്കുലുവിൽ നിന്നൊക്കെ അതിന് പ്രശസ്തി ആർജിക്കുമ്പോൾ സത്യത്തിൽ ഗുരുവിനുപരി സമൂഹത്തിനാണ് നന്മ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു. ഈ ഓരോ ബൊമ്മക്കുലുവിലും, അതായത് കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഒരു കളിപ്പാവയിൽ പോലും ഈ ബൊമ്മക്കുലുവിൽ സ്ഥാനമുണ്ട്. കാരണം എല്ലാത്തിലും നിറയുന്നത് ഒരേ അംശമാണെന്നും ഒരേ ആത്മാവാണ് എല്ലാവരുടെ ഉള്ളിലും ഉള്ളതെന്നും എല്ലാവരെയും ഈശ്വരനെ പോലെ, അതായത് നമസ്തേ എന്ന് പറയുമ്പോൾ നിന്നിലെ ഈശ്വരനെയാണ് ഞാൻ നമിക്കുന്നത് എന്നാണ് എനിക്കിവിടുന്ന് കിട്ടിയ പാഠം. ഇവിടുന്ന് ഓരോരുത്തരും നമസ്കാരം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗിന് പകരം നമസ്തേ എന്ന് പറയുമ്പോൾ നിന്നിലെ ഈശ്വരനെയാണ് ഞാൻ നമിക്കുന്നത്, അല്ലെങ്കിൽ നിന്നിലെ ഈശ്വരനെയാണ്, അല്ലെങ്കിൽ നിന്നെ അല്ല, നിൻ്റെ ഈ ബോഡിയെയോ നിൻ്റെ ഈ വാല്യൂവിനെയോ നിൻ്റെ ഈ സ്റ്റാറ്റസിനെയോ അല്ല, പകരം നിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന നിൻ്റെ ഈശ്വരനെയാണ് ഞാൻ നമിക്കുന്നത് എന്നതാണ് നമസ്തേ. ആ വേർഡ് പോലും ഒരു പുതുമയായിരുന്നു എനിക്ക്. അത് അങ്ങനെ ഒരു വേർഡിൽ നിന്ന് പോലും, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഒരു ചെറിയൊരു തരി പോലും നമ്മളിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വലുതാണ് ആ സ്വാധീനം. അതുപോലെ എല്ലാവരിലും ഈ ബൊമ്മക്കുലു പോലെ എല്ലാത്തിലും ഒരേ ഈശ്വരനെയാണ്. അതായത് ഒരു മൃഗത്തിനായാലും ഒരു മനുഷ്യനായാലും ഒരു കിളിയായാലും എല്ലാത്തിലും ഒരേ ഈശ്വരനെ കാണാൻ സാധിക്കണം. അതായത് നമ്മളൊരു കാളീദേവിയെ നോക്കുമ്പോൾ കാളീദേവി ആ ദേവി പോരാ, അല്ലെങ്കിൽ കാളീദേവിയേക്കാൾ സരസ്വതിയാണ് നല്ലതെന്ന് കരുതുമ്പോൾ സത്യത്തിൽ കാളീദേവി എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ നാക്കുകളെ ആ ദന്തങ്ങൾ കൊണ്ട് നിയന്ത്രിക്കുന്ന കാളി സത്യത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളത് ജീവിക്കേണ്ടത്. അതുപോലെ ഓരോ വസ്തുവിൽ നിന്നും ഇവിടുന്ന് എനിക്ക് കിട്ടിയത് ഓരോ വസ്തുവും, അല്ലെങ്കിൽ ജീവനുള്ളത് ഓരോ വസ്തുവും നമുക്ക് ഗുരുവാണ്. കാക്ക എന്നതിലുപരി കാക്ക, പക്ഷികളാവട്ടെ, മൃഗങ്ങളാകട്ടെ, മനുഷ്യരാകട്ടെ, ഓരോന്നിൽ നിന്നും ഓരോ പാഠം നമുക്ക് ഉൾക്കൊള്ളണം എന്നതാണ്. ആ പാഠം ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ ആ പാഠം തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട് ജീവിക്കുവാൻ ആണ് നാം ശ്രമിക്കേണ്ടത്. അതായിരിക്കും നമ്മുടെ ജീവിതത്തെ യാഥാർത്ഥ്യപൂർണ്ണമാക്കുന്നത് എന്നതാണ് എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചത്. ഇവിടുന്ന് ലഭിച്ച വാക്കുകൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയെങ്കിലും പറയാൻ സാധിച്ചത്. ഹരി ഓം.